ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. മുരിങ്ങയിലയും ചെറുചേമ്പും കൂടിയിട്ടുള്ളൊരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറുചേമ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങയിലയും വേണം. ഇനി ഇതുണ്ടാക്കാനായിട്ട് ചേമ്പും മുരിങ്ങയിലയും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചേമ്പും മുരിങ്ങയിലയും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് അടുപ്പത്ത് വെക്കാം. ചേമ്പും മുരിങ്ങയിലയും വെന്ത് കിട്ടാനായിട്ട് 1 വിസിൽ കൊടുത്താൽ മതി. ഇനി കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇവിടെ ഞാൻ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇതിനി വേറൊരു പാനിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പാനിൽ വെച്ചിന് ചേമ്പ് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ഇവിടെ ഇപ്പം മുരിങ്ങയിലയും ചേമ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചേമ്പ് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കറിയുടെ കട്ടിക്കനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകായി വന്നാൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിനും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.